ഹായ് ഗൈസ്, മടി കാരണം കുറേ നാളായിട്ട് ഞാൻ മാറ്റി വെച്ചൊരു പരിപാടിയാണ് ഈ ചെടി നടുക എന്നുള്ളത്. അതിനൊത്തൊരു ചെടി കൂടി കിട്ടിയ സ്ഥിതിക്ക് ഞാൻ നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ച ഒരു സെറാമിക്കിൻ്റെ പോട്ടാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ ഒരു ഇങ്ങനെ ഹോൾ ഉണ്ടാവും, എല്ലാം അങ്ങനെ ചെടിച്ചട്ടീൻ്റെ അടിയിൽ ഹോൾ ഉണ്ടാവും. അതെന്തെങ്കിലുമൊക്കെ വെച്ച് അടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെടി നടാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ചെടി. ഇതിങ്ങനെ പടർന്ന് ഇങ്ങനെ പന്തലിച്ചുണ്ടാകുന്നത്, അതായത് നമ്മുടെ ചെടി മൊത്തം മൂടുന്ന രീതിയിലുണ്ടാകും. അപ്പോൾ അതൊക്കെ ലെവലാക്കിയിട്ട് വേണം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്, പിന്നെ വളം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവൻ്റെ ചകിരിച്ചോറൊക്കെ എടുക്കാം, പക്ഷേ ഞാൻ എടുത്തില്ല. ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നനച്ചെടുക്കും, എന്നാലും നടുമ്പോൾ ഒരു ഗ്രിപ്പൊക്കെ കിട്ടുള്ളൂ നമുക്ക്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടി എടുത്തിട്ട് അതിൽ നല്ല വേരുള്ള തണ്ട് തന്നെ നോക്കിയിട്ട് നടുക എന്നുള്ളതാണ്. അതാണ് വലിയ ടാസ്കുള്ള പരിപാടി. ഇത് കാണുമ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നിയെങ്കിലും ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളതാണിത്. എന്നാലും റീൽസും കുത്തിയിരിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്ലാസ്റ്റിക് ബാഗ് വെച്ചിട്ട് അതിൻ്റെ മേലേക്കാണ് മണ്ണിടുന്നത്. ആ ഒരു വെള്ളം മൊത്തത്തിൽ ചോർന്ന് വരാൻ വേണ്ടിയിട്ട്. ആക്ച്വലി അതിൻ്റെ ഇടയിൽ ഒരു പ്ലേറ്റ് വെച്ചാൽ മതി, പക്ഷേ പ്ലേറ്റ് ഞാൻ വാങ്ങിക്കാത്തതുകൊണ്ട് തന്നെ. പക്ഷേ എനിക്ക് പ്ലേറ്റ് വെക്കുമ്പോൾ ആ ഒരു ചെടിച്ചട്ടീൻ്റെ ഭംഗി പോണ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ ഇങ്ങനെ ഒരു ടെക്നിക്ക് കാണിച്ചു. ഇത് വയ്ക്കുമ്പോൾ ആ ഒരു വെള്ളം അങ്ങനത്തെ തങ്ങി നിന്നോളും. ചെടി കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ വേറെ ചെടിച്ചട്ടിയിലും കൂടെ നടാമെന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി ഒരു ക്ലോക്കിൻ്റെ ബോക്സാണ്. ഞാനത് കളയാൻ വെച്ച ടൈമിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ മണ്ണ് നിറച്ചിട്ട് നമ്മളതിൽ മൊത്തം ഈ വരിവരിയായിട്ട് ഈ ചെടി നടാൻ പോവാണ്. അങ്ങനെ അതിൽ വേരുള്ള ഭാഗം തന്നെ നോക്കിയിട്ട് കഷ്ണമായിട്ട് മുറിച്ചെടുത്തു. കാരണം ചെറിയതായിട്ട് മുറിക്കുമ്പോഴാണ് അത് നല്ല തളിരിട്ട് വരുന്ന ടൈമിൽ കാണാൻ കുറച്ചുകൂടെ ഭംഗി. അതുകൊണ്ട് കുഞ്ഞേതായിട്ട് തന്നെ നടാൻ ശ്രമിക്കാം. ഇതേപോലെ വേരുള്ളത് തന്നെ നോക്കിയിട്ട് ചെയ്യുക, അപ്പോൾ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും നമ്മുടെ ചെടിച്ചട്ടിയിൽ. അപ്പോൾ അത് ഇതേപോലെ ഇങ്ങനെ വര പോലെ ഇട്ടിട്ട് ഒരു ഞാറ് നടുന്ന പോലെ അങ്ങനെയാണ് ഞാൻ നടുന്നത്. ഭയങ്കര പണിയാട്ടോ ഇത്. കുറേ നേരം എടുത്തു, ഏകദേശം 2-3 മണിക്കൂർ എടുത്തു ഇതിനായിട്ട് തന്നെ ഞാൻ ഇരുന്നപ്പോൾ. ഞാൻ ഭയങ്കര പതുക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടൈം എടുക്കും. പെട്ടെന്ന് തീർത്താൽ അത്രയും നല്ലത്. അങ്ങനെ നമ്മുടെ ചെടി ഓരോന്നായിട്ട് അതിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ അത് അടച്ചു കൊടുക്കുക. അങ്ങനെ അതേപോലെ മൊത്തം ചെയ്തു ഞാൻ. ഇത് എത്ര നേരം എടുത്തു എന്ന് എനിക്കേ അറിയുള്ളൂ. എൻ്റെ ഉപ്പാട് തീർത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ 2 ചെടി കൂടി നിറയ്ക്കാറുണ്ട്. ആക്ച്വലി ഒരു തവണ ഇതേ ചെടി ഇതേ ബോക്സിൽ ഞാനൊരു വട്ടം നട്ടതായിരുന്നു. പക്ഷേ ഞാൻ ഈ ടേബിളിൻ്റെ മേലെ തന്നെയാണ് അത് വെയിൽ കൊള്ളാൻ വേണ്ടി സൺഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ അവിടെ വയ്ക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പക്ഷെ ഒരു പണ്ടാറ പൂച്ച വന്നിട്ട് അത് മാന്തിയിട്ട് അതിന് മേലെ കിടന്നു. അന്ന് എനിക്ക് ആ പൂച്ചനെ കൊല്ലാതെ ദേഷ്യം ഉണ്ടായിരുന്നു. അന്നായിരുന്നെങ്കിൽ ഈ ചെടിക്ക് നല്ല തളിരിട്ട് സെറ്റായി വരികയായിരുന്നു. അപ്പോഴായിരുന്നു ആ പണ്ടാറ പൂച്ചയാണ് ചെയ്തത്. ഇനി ഞാനിത് പുറത്ത് വയ്ക്കില്ല, ഞാൻ അകത്ത് എവിടെയെങ്കിലും സൺഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്തിനെ വയ്ക്കും. അങ്ങനെ നമ്മുടെ ഈ സെറാമിക്കിൻ്റെ പോട്ടിൽ ഞാനിതിങ്ങനെ കുഞ്ഞേ പീസായിട്ട് നട്ടു വെച്ചു. ഈ പോട്ടിൽ ആക്ച്വലി നന്നായിട്ട് പടർന്ന് ഇങ്ങനെ പന്തലിക്കുന്ന വേണ്ട, എന്നാൽ കുറച്ച് നല്ല ഭംഗിയിലുണ്ടാവും വേണം, അങ്ങനെ മതി എനിക്ക്. അപ്പോൾ ഞാൻ അധികം ഇങ്ങനെ തിക്കായിട്ട് നട്ട് വെച്ച് കൊടുത്തില്ല. കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. കാരണം മൊത്തത്തിൽ ഇതിങ്ങനെ പന്തലിച്ച് നിന്നാൽ ആ ഒരു പോട്ടിൻ്റെ ഭംഗി കൂടെയാണ് അത് പോവുക. അപ്പോൾ എനിക്ക് കുറച്ച് ആ പോട്ടിൻ്റെ ഭംഗി വേണം, എന്നാൽ ആ ഒരു ചെടീൻ്റെ ഭംഗി കൊണ്ട് വരണം. അപ്പോൾ അങ്ങനെ രീതിയിലാണ് ഇത് നട്ട് വെച്ചത്. പിന്നെ അത് വളരുന്ന ടൈമിൽ എന്തായാലും ഒബ്വിയസ്ലി പടർന്ന് നന്നായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വെട്ടി സെറ്റാക്കി കൊടുത്താലും മതി. അങ്ങനെ അതിൽ മൊത്തം ചെടി നട്ടതിന് ശേഷം വെള്ളം നന്നായിട്ട് നനച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ അടുത്ത ചെടിച്ചട്ടിയിലും ഇതേപോലെ മൊത്തം നട്ടിട്ട് ഇതേപോലെ നനച്ച് കൊടുത്തു. ഏകദേശം വൈകുന്നേരമായി ഉണ്ടാവും. ഒരു ഉച്ചയ്ക്ക് തുടങ്ങിയതായിരുന്നു, വൈകുന്നേരമായി ഇത് തീർന്നപ്പോൾ തന്നെ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ പോയി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ബൈ.